ഈ കേരള രാഷ്ട്രീയത്തിലെ പിണറായി വിജയൻ്റെ മെഗാഫോണായിട്ട് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ പോയി കണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും? ഇതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. ഇവിടെ ഒരു ന്യൂനപക്ഷ പോളറൈസേഷൻ, അത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് പലരുടെയും കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ചവിട്ടാത്തതും എതിർക്കാത്തതും. കാരണം എതിർക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം ശക്തനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. നമ്മളാരും വിചാരിക്കുന്ന പോലല്ല വെള്ളാപ്പള്ളി 1950 മന്നത്ത് പത്മനാഭൻ്റെയും ആർ ശങ്കറിൻ്റെയും കാലം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിട്ട് ഇന്ന് വെള്ളാപ്പള്ളി മാറിയിരിക്കുകയാണ്. അതെങ്ങനെ വന്നു എന്ന് പലർക്കും അതിശയമാണ്. അദ്ദേഹം 30 വർഷം SNDPയുടെ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിൽ മുഴുവൻ അദ്ദേഹത്തിനെതിരെ എതിർപ്പുകൾ മാത്രമാണ് ഉണ്ടായത്. വെല്ലുവിളികളും എതിർപ്പുകളും അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മുന്നേറി. ഇപ്പോഴദ്ദേഹം ഈ നായർ മുതൽ നായാടി വരെയെന്നും നായർ മുതൽ നസ്രാണി വരെയെന്നും ഉള്ള മുദ്രാവാക്യം ഉന്നയിച്ചതോടുകൂടി അദ്ദേഹം കേരളത്തിലെ ഒരു പ്രഗത്ഭനായ സാമുദായിക നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ചില അടിയൊഴുക്കുകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു തിരമാലയായി മാറാൻ കഴിയും എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പലരും പറയും അദ്ദേഹം പറഞ്ഞ ആര് ജയിച്ചിരിക്കുന്നു എന്ന് ചോദിക്കും. അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചിലപ്പം 1-2 എണ്ണം തെറ്റിപ്പോയിരിക്കാം. ഒരു സുധീരൻ ജയിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തോറ്റുപോയിരിക്കാം, അല്ലെങ്കിൽ തോക്കുമെന്ന് പറഞ്ഞാൽ ജയിച്ചിരിക്കാം. പക്ഷേ അത് ഇലക്ഷനിൽ അങ്ങനെയാണ്. നരേന്ദ്രമോദി 400 സീറ്റ് ഒന്ന് പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ തവണ 240 പിടിച്ചുള്ളൂ. ഇന്ദിരാഗാന്ധി 77 പൂർണ്ണമായും ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അടിയന്തരാവസ്ഥ ലിഫ്റ്റ് ചെയ്ത് ഇലക്ഷൻ നിന്നത്, അല്ലേ? അതെ. എത്ര സ്ഥലത്താണ് ദയനീയമായി അവർ തന്നെ തോറ്റുപോയി. അവരുടെ പാർട്ടി നോർത്ത് ഇന്ത്യ മുഴുവൻ 0 ആയിപ്പോയില്ലേ? ബീഹാറിലൊക്കെ 0 സീറ്റല്ലേ? കോൺഗ്രസിൻ്റെ ഏറ്റവും ദയനീയമായ പരാജയങ്ങളിലൊന്നായിരുന്നില്ലേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ളത്? രാഹുൽ ഗാന്ധി 10-14 വർഷമായിട്ട് തോറ്റ് തൊപ്പിയിട്ടുകൊണ്ടിരിക്കുകയല്ലേ? രാഷ്ട്രീയത്തിൽ നമുക്കിങ്ങനെ പ്രവചിക്കാൻ ഇയാൾ ജയിക്കാൻ വേണ്ടി ഞാൻ പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജയിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഇല്ലാതാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കണിച്ചിക്കുളങ്ങര വന്ന് കാണുന്ന ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന നേതാക്കളുടെ എണ്ണം എടുത്താൽ ഇവരാരും മണ്ടന്മാരായതുകൊണ്ടല്ല കാണുന്നത്. വെള്ളാപ്പള്ളി പറയുന്നതിന് ഒരു സേ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എനിക്കൊന്ന് മലപ്പുറത്തെയും മുസ്ലിം ലീഗിന് വിട്ട് ഒട്ടുകൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് ജനപിന്തുണയേറുന്നത്. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം പറഞ്ഞുപോയി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അതേസമയം മുസ്ലിങ്ങളടക്കമുള്ളവർക്കൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടുന്നു. അതൊരു വർഗീയ ചിന്തയാക്കി മാറ്റിക്കളഞ്ഞു. 45ഓളം എയ്ഡഡ് സ്ഥാപനങ്ങൾ മുസ്ലിം വിഭാഗത്തിനോട്, അതെ 48ഓളം മുസ്ലിം എയ്ഡഡ് സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. സർക്കാർ കാശ് കൊടുത്ത് സർക്കാർ ശമ്പളം കൊടുത്തിട്ട് മാനേജ്മെൻറ്റ് പൈസ വാങ്ങിക്കുന്ന സ്ഥാപനങ്ങളാണ്. മനസ്സിലായില്ലേ? 48 എണ്ണം അവിടെ ഉണ്ട്. ഇപ്പോൾ തനിക്ക് ഒരെണ്ണം പോലും ഇല്ല. പുൽപ്പള്ളിയിൽ 25 ഏക്കർ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കുറേ നാളായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്നാണ് ഇത് പറഞ്ഞത്. ഉടനെ അദ്ദേഹത്തിന് വലിയ വർഗീയവാദാക്കി ചിത്രീകരിച്ച് കളഞ്ഞു. അതിൻ്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് ഇത്തവണ UDF 85, 90, 100 എന്നൊക്കെ പറയുന്ന ആ കണക്കിലേക്ക് എത്താനായിട്ട് ഈ വർഗീയ അജണ്ട ഉപയോഗിക്കണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാപ്രകൾ ചേർന്ന് വെള്ളാപ്പള്ളിയെ വക്രീകരിക്കാൻ ശ്രമിച്ചു. ആ മാപ്രകളുടെ മൂടുപടം മാറ്റിക്കഴിഞ്ഞാൽ അതിൽ വർഗീയവാദികളാണ് നിന്നിരുന്നതെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. എന്നെ മാപ്രയായിട്ടല്ല വന്ന് കണ്ടത്, മനസ്സിലായില്ലേ? ഒന്നാന്തരം വർഗീയവാദിയായിട്ട്. പക്ഷേ മാപ്രയുടെ മൂടുപടമാണ് ഉണ്ടായിരുന്നത്. മൂടുപടം പൊളിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതാരായിരുന്നു, ഏത് ചാനലാണ്, ഏതിൻ്റെ ആളാണ്, എന്തുദ്ദേശമായിരുന്നു. ഇപ്പം എല്ലാവരും നിർത്തിയല്ലോ. കാരണം ഇപ്പം UDFന് മനസ്സിലായി വെള്ളാപ്പള്ളിയെ കൂടുതൽ ചവിട്ടിയാൽ ബാക്കിയുള്ള ഹിന്ദു വോട്ടുകളും കൂടെ പോവും, സംഗതി പള്ളിപ്പുറത്താവും. അപ്പം 16 സീറ്റും കിട്ടിയ സ്ഥലമാണ് എറണാകുളം. അതെ. എറണാകുളത്ത് ഹൈന്ദവ വോട്ടുകൾ വളരെ പ്രധാനമാണ്. അതിൽ ഈഴവരുടെയും നായരുടെയും വോട്ടൊക്കെ വളരെ പ്രധാനമാണ്. അതിലൊക്കെ ഇനി വെള്ളാപ്പള്ളിയെ കൂടുതൽ ചവിട്ടിയാൽ കൂടുതൽ പ്രശ്നങ്ങളാവും. തിരുവനന്തപുരത്ത് 4 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. 4 സീറ്റ് കിട്ടണമെങ്കിൽ വെള്ളാപ്പള്ളിയെ വിചാരിച്ചാൽ 4 പോകാൻ സാധ്യതയുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് നിസ്സാരമായ പിന്തുണയല്ല ഉള്ളത്. ഈ ഇലക്ഷനിൽ ഒരു കാര്യം പിണറായിക്ക് മനസ്സിലായി. ന്യൂനപക്ഷങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ തന്നെ ഭംഗിയായിട്ട് ചവിട്ടി എന്നുള്ളത് ഇതിന് മനസ്സിലായി. കാരണം മലപ്പുറം 100%
ലീഡുള്ള സീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 100% യു ഡി എഫിനാണ്. വയനാട് 100% യു ഡി എഫിനാണ്. എറണാകുളം 100% യു ഡി എഫിനാണ്. പത്തനംതിട്ട 100% യു ഡി എഫിനാണ്. ഇടുക്കി 100% യു ഡി എഫിനാണ്. കോട്ടയത്ത് മാണി ഗ്രൂപ്പ് ഇപ്പുറത്തായിരുന്നിട്ട് പോലും മജോറിറ്റി സീറ്റുകൾ പിടിച്ചത് ലീഗാണ്. പിന്നെ അതുപോലെ തന്നെ കാസർഗോഡ് മജോറിറ്റി സീറ്റുകൾ പിടിച്ചത് ലീഗാണ്. കോഴിക്കോട് മജോറിറ്റി സീറ്റുകൾ പിടിച്ചത് യു ഡി എഫും കൂടെ ചേർന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് പിണറായിക്ക് ഒരു കാര്യം മനസ്സിലായി, തനിക്ക് വല്ല വിധത്തിലും ഗുണം കിട്ടിയിട്ടുള്ള സീറ്റുകൾ, അതായത് 51 സീറ്റ്, 59 സീറ്റ് എൽ ഡി എഫിനും 79 സീറ്റ് യു ഡി എഫിനുമാണ് ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ലീഡ് വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിൽ ഈ 59-ൽ ഭൂരിഭാഗവും കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നെന്നറിയാമോ? തിരുവനന്തപുരം. 12 സീറ്റാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനതിൻ്റെ കണക്കൊന്ന് നോക്കി. 12 സീറ്റാണ് 14 എൽ ഡി എഫിന് കിട്ടിയിരിക്കുന്നത്. കൊല്ലം 11 സീറ്റുള്ളതിൽ 8 കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കോട്ടയം, കോട്ടയത്ത് കുറവാണ്. കോട്ടയത്ത് ലീഗ് മാണി ഉണ്ടായിട്ട് പോലും 3 സീറ്റേ കിട്ടിയുള്ളൂ. ബാക്കി സീറ്റുകൾ യു ഡി എഫിനാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ 13 സീറ്റുള്ളതിൽ 11 സീറ്റും എൽ ഡി എഫിനാണ് കിട്ടിയിരിക്കുന്നത്. പാലക്കാട് 12 ഉള്ളതിൽ 9 സീറ്റും എൽ ഡി എഫിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മറ്റ് സ്ഥലത്ത് 100% തൂത്തുവാരിയെങ്കിലും ഹിന്ദു മെജോറിറ്റി ഉള്ള പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഒക്കെ കിട്ടിയിരിക്കുന്ന വോട്ടുകളാണ് ഇവരെ 59-ൽ എത്തിച്ചത്. ഈ 59-ൽ എത്തിച്ചു എന്ന് മാത്രമല്ല, 1000-ൽ താഴെയുള്ള ഈ 10ഓളം മണ്ഡലങ്ങളുണ്ട്. ഈ 59 69 ആകാൻ അത് മതി. 10-ൽ താഴെ 10ഓളം മണ്ഡലങ്ങളിൽ വെറും 1000-ൽ താഴെയാണ്. ഉദാഹരണം പറയാം, ഇരവിപുരം കൊല്ലത്ത്, അത് മുസ്ലിങ്ങൾ കൂടുതലുള്ളൊരു മണ്ഡലമാണ്. അത് ഇത്തവണ മുസ്ലിം ലീഗ് ഏറ്റെടുക്കുമെന്നും പറയുന്നുണ്ട്. അവിടെ കൊല്ലത്ത് എൽ ഡി എഫിൻ്റെ വ്യത്യാസം എത്രയെന്ന് അറിയാം? 636 വോട്ടാണ്. അപ്പോൾ അവിടെ നിർണായകമായ ചില നീക്കങ്ങൾ വെള്ളാപ്പള്ളിക്കും ഒക്കെ നടത്താൻ കഴിയും. അതുപോലെ തന്നെ ഇരവിപുരം, അത് കഴിഞ്ഞാൽ അടൂര് 403 വ്യത്യാസമേ ഉള്ളൂ എൽ ഡി എഫ് തോറ്റത്. അതുപോലെ തന്നെ കോന്നിയിൽ 226 വോട്ടിനാണ് അവർക്ക് എൽ ഡി എഫിന് വ്യത്യാസം നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ സീറ്റ് പിടിക്കാം. ഉടുമ്പൻചോല 196 വോട്ടിൻ്റെ വ്യത്യാസമാണ്. അതുപോലെ തന്നെ അരൂര് 525 വോട്ടിൻ്റെ വ്യത്യാസമാണ്. ലാറ്റിനൊക്കെ ഒരുപാട് നിർണായകമായ സ്ഥലങ്ങളാണ്. അരൂര് ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലമായും കൂടെ മാറിയിട്ടുണ്ട്. അപ്പോൾ ചങ്ങനാശ്ശേരി 1190, പൊന്നാനി 1243, ബാലുശ്ശേരി 1227, ഉദുമ 1110. അപ്പോൾ ഇത് കാണിക്കുന്നത് ഏതാണ്ട് 10ഓളം മണ്ഡലങ്ങളിൽ 1000-ന് താഴെ വോട്ട് പിടിച്ചാൽ എൽ ഡി എഫ് പിടിച്ചു കഴിഞ്ഞാൽ, പഴയ കണക്ക് പ്രകാരം പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 59 69 മാറും. ഏതാണ്ട് 70 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് വെള്ളാപ്പള്ളി ഒരു വലിയ പാലമാണ്. അതുപോലെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ നിൽക്കുന്ന 45,000-നും ഒക്കെ 40,000-45,000-നും ഇടയിൽ 40-49-നും ഇടയിൽ നിൽക്കുന്ന 9 മണ്ഡലങ്ങൾ, അവിടെ വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം ആവശ്യമാണ്. അതുപോലെ തന്നെ 30,000-നും 40,000-നും ഇടയ്ക്ക് നടക്കുന്ന 10-14 മണ്ഡലങ്ങൾ, അതിനും വെള്ളാപ്പള്ളിയുടെ ഗുണം കിട്ടിയാൽ ഏതാണ്ട് ഒരു 2000-3000 വോട്ട് വർധനവ് ഈ 40,000 വോട്ട് കിട്ടിയിടത്ത് വരും. അപ്പോൾ എൽ ഡി എഫിന് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ ഇരവിപുരത്തും കോന്നിയിലും ഒന്നും ചിലപ്പം കൊന്നിയിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഉടുമ്പൻചോലയിലും പൊന്നാനിയിലും ബാലുശ്ശേരിയിലും ഉദുമയിലും ഒന്നും ബി ജെ പിക്ക് വലിയ സ്കോപ്പൊന്നുമില്ല. ബി ജെ പി അവിടെയും 10,000 വോട്ടിന് അടുപ്പിച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പലയിടത്തും. ഉടുമ്പൻചോലയിലൊക്കെ അവർ 20,000-ന് അടുപ്പിച്ച് വോട്ടുണ്ട് ബി ജെ പിക്ക്. പക്ഷേ അവിടെയൊന്നും വിജയസാധ്യതയില്ല. പക്ഷെ അവിടെ എൽ ഡി എഫ് ജയിക്കുകയും ഈ പറഞ്ഞ പോലെ 69 സീറ്റ് സമീപഭാവിയിൽ വിജയസാധ്യതയില്ല. അതായത് 69 സീറ്റിൽ എൽ ഡി എഫ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അത് 70 ആക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഈ മാർജിനേ ഉള്ളൂ. 1000-നും 100-നും ഒക്കെ താഴെ നിൽക്കുന്ന പലതും 196 ഒക്കെയാണെന്നേ. 196, 403, 226 കോന്നിയിൽ, ഇങ്ങനെ വളരെ ചെറിയ മാർജിനാണ് അവർ വ്യത്യാസം നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു 10 മണ്ഡലങ്ങളും കൂടെ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ ഈ 59 എന്ന് പറയുന്ന 69-ഓ 70-ഓ ആവും. അപ്പോൾ പിന്നെ നെക്കായി. പിന്നെ ബി ജെ പി പിടിക്കുന്ന 1, 2, 3, 5, 10 എത്രയായാലും അത് വളരെ നിർണായകമാകാൻ പോവുകയാണ്.
മനസ്സിലായില്ലേ? അത് വളരെ നിർണായകമാകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതാണിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക്. അതായത് പിണറായി പിണങ്ങാത്തതും വെള്ളാപ്പള്ളിയോട് പിണങ്ങാത്തതും ജാവ്ദേക്കർ പോയി വണങ്ങിയതിനും വളരെ വലിയ അർത്ഥം കേരള രാഷ്ട്രീയത്തിലുണ്ട്. 2026 നമുക്കത് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.